ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലാണ്, കണ്ടില്ലേ പടവലങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ നാട്ടിലാകുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം പൂനെയിൽ വെച്ചിട്ട് ഈ ഒരു കൊണ്ടാട്ടം തയ്യാറാക്കാൻ നോക്കിയിട്ട് ഫെയിലായതായിരുന്നു. വേറെ ഒന്നുമല്ല, ഉണങ്ങി കിട്ടണില്ല, വെയിലില്ലാത്ത കാരണം ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് അരി ഉപയോഗിച്ചിട്ട്, അതായത് ചോറ് ഉപയോഗിച്ചിട്ടുള്ള കൊണ്ടാട്ടമാണ്, റൈസ് കൊണ്ടാട്ടം. അപ്പോൾ ബാക്കി വന്ന ചോറ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഈ ഒരു കൊണ്ടാട്ടം തയ്യാറാക്കിയെടുക്കുക. പക്ഷേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചോറ് ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ലൊരു സ്നാക്കാണ്. അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ സാധാരണ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ കഴിക്കില്ലേ, ആ ഒരു രീതിയിലും വേണമെങ്കിൽ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ചോറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ അളവൊന്നും പറയില്ല, ഇതിലേക്ക് ചേർക്കണ ഇൻഗ്രീഡിയൻസും അതുപോലെ ഇതിന്റെ മെത്തേഡാണ് പറയണത്. അപ്പോൾ അധികം എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ചോറ് എടുക്കാം. നമുക്ക് ഈ ചോറ് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചോറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറുണ്ടല്ലോ അത്യാവശ്യം ക്വാണ്ടിറ്റി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇന്ദുപ്പാണ് കേട്ടോ, അതിന് ഈ ഒരു കളറിലിരിക്കുന്നത്. ഏതുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ഏതാണെന്ന് വെച്ചാൽ. പിന്നെ ഇത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കായം, കട്ടിക്കായ എടുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കായത്തിൻ്റെ പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കായം നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കണതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കണില്ല, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഞാൻ കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുക. അതായത് നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. കണ്ടോ, ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ മട്ട റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ജാറിലാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ചെറിയ ജാറായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരാം, നന്നായിട്ട് അരഞ്ഞു വരാം. വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം. നല്ല ഫൈൻ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മളിത് മുറുക്കിൻ്റെ അച്ചി കൂടിയാണ് ഇത് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ചിലർ അല്ലാതെ ഇങ്ങനെ കൈ വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അതും കൂടി അതിനേക്കാളും ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരെ നമ്മൾ മുറുക്കിൻ്റെ അച്ചിക്കൂടിയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പം കണ്ടോ, ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ടെറസിൽ കൊണ്ടുപോയിട്ട് ഇതെങ്ങനെ ചുറ്റിച്ചെടുക്കണേന്ന് നോക്കാം. ടെറസിലോ അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് ചുറ്റിച്ചെടുക്കാം. അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട്. രാവിലെ തന്നെ നമ്മളിത് ചുറ്റിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കുറച്ച് വൈകി, നമുക്ക് നോക്കാം എന്നുകൊണ്ട് ഉണങ്ങി കിട്ടുമെന്ന്. ഇതുപോലെ കണ്ടോ, നല്ല തിക്കായിട്ട് വേണം ഇരിക്കാൻ, വെള്ളം ഒഴിക്കരുത്. ഞങ്ങളിപ്പോൾ ടെറസിലേക്ക് വന്നു കേട്ടോ. ടെറസിൽ ഞാൻ കാണിക്കാം. എന്താ കണ്ടോ, ഇതുപോലെ പായിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്കാണ് ചുറ്റിച്ച് എടുക്കണത്. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ പരന്നിട്ടുള്ളത്, സ്റ്റീൽ പ്ലേറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ ഒരു അച്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 3 സ്റ്റാറുള്ള അച്ച്, മുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ അത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് എണ്ണ തടവാം. ഇതിലേക്ക് നമ്മൾ അരച്ച ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് മതി കേട്ടോ. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇതാ, ഇനി നമുക്കിത് അടയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു തുണിയിലേക്ക് ഇത് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കിത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം.
ഈ ഒരു രീതിയിൽ നമുക്ക് ഈ തുണിയിൽ മുഴുവൻ ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതിപ്പോൾ പീസസ് ആയിട്ട് കട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് അടുപ്പിച്ച് ചെയ്യണ്ട, അപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്യട്ടെ. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ നമുക്കിത് ചുറ്റിച്ചെടുക്കാം, മുഴുവനായിട്ട് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ക്ലോത്തിലൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ, ക്ലോത്തിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം. ഇതിപ്പോൾ ഒരു കോട്ടൻ്റെ ഒരു തുണിയാണ്. കണ്ടോ, ഇത് വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തോടു കൂടി എനിക്ക് തോന്നുന്നു ഉണങ്ങി കിട്ടുന്ന തോന്നണത് കേട്ടോ. നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഏറ്റവും മുകളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ കണ്ടോ സോളാർ പാനലൊക്കെ ഉണ്ട്. പിന്നെ റംബൂട്ടാൻ പൂത്ത് നിൽക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് റംബൂട്ടാനാണെന്നാണ് പറയണത്. കണ്ടോ, നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതവിടെ ദൂരെ കാണുന്നത് കണ്ടോ, റംബൂട്ടാൻ്റെ ചെറിയ ചെറിയ റംബൂട്ടാൻ. പഴുത്തിട്ടൊന്നുമില്ല, മൂത്തിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ ദിവസം കാണിച്ച അമരപ്പയറിൻ്റെ ആ ഒരു ചെടിയാണത്. അപ്പോൾ ഞങ്ങളിനിപ്പോൾ താഴെ പോട്ടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അത്ര വെയിലുണ്ട്. ഇവിടെ കണ്ടോ റംബൂട്ടാൻ ഉണ്ടായി നിൽക്കണ്. എന്താ ഇതൊക്കെ റംബൂട്ടാൻ. ഇവിടെ 2 മരമുണ്ട്. 2 മരത്തുമ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അതേ കറിവേപ്പിലയുടെ മരം. പിന്നെ അതേ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു മാവില്ലേ, മാങ്ങയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു, അധികമൊന്നുമില്ല. മാങ്ങ പൊട്ടിച്ചാലോ? മാങ്ങ പൊട്ടിച്ച് നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിച്ചാലോ? ഇത് മൂത്ത മാങ്ങയാട്ടെ. ഇത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് അധികം വലുതാവും. ഒരു മാങ്ങ പൊട്ടിച്ച് ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരുമില്ല. ട്രൈപോഡ് എടുത്തിരുന്നു, പക്ഷേ അതിൽ വെച്ചെടുക്കാനുള്ളൊരു ക്ഷമയൊന്നുമില്ല. ഇത് ഇവിടെ കണ്ടോ, അടയ്ക്കൊക്കെ കുറേ ഉണക്കാനിട്ടുണ്ട്. ഇവിടെ ഈ മാവും പൂത്തിട്ടുണ്ട്. ഇത് നല്ല മാങ്ങ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോവാം. ഹലോ, എന്താ പരിപാടി? ഇതാ ഞാൻ മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് നോക്കിയാലോ? ഇതധികം പുളിയൊന്നുമില്ല ഈ മാങ്ങയ്ക്ക്. നമുക്ക് പച്ചയ്ക്കും നന്നായിട്ട് കഴിക്കാം. ഒരു ഭാഗം ചെറുതായിട്ടൊരു കേടുണ്ട്. കട്ട് ചെയ്ത് മാറ്റാം. വെയിൽ കൊണ്ടൊരു ലെവലായി ടെറസിൽ പോയപ്പോൾ. ഇതാ മാങ്ങ റെഡി. ഞാൻ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് വരാം. ഇതാ ഞാൻ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിൽ മുക്കി കഴിക്കാം. ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊന്നും വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. നന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് വാവ്, ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. എങ്ങനെയുണ്ട് ഞാനും? ഇവിടെ എന്തൊക്കെ എന്തിഷ്ടായില്ലേ? മാംഗോ ആണോ? സിറ്റ് ഡൗൺ. ഇതേ കുക്ക് വന്നിട്ടുണ്ട്. കുക്കി ഇവരൊക്കെ വീണ്ടും വീണ്ടും കഴിയുന്നുണ്ട്. എരിയുണ്ടോ? അരിയൊന്നുമില്ല. ഈ വനുവിന് ഇഷ്ടമായില്ല. കണ്ടോ, സൂപ്പർ അല്ലേ? മുളക് പൊടിച്ചിട്ട് ഇനിയാ മാംഗോ കഴിഞ്ഞ് പൊട്ടിക്കണം.
അടിപൊളി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിനിഷ് ചെയ്തു. അപ്പൊ നമ്മുടെ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടം കണ്ടില്ലേ, ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഇതിപ്പോ 2 ദിവസം നന്നായിട്ട് ഉണക്കിയെടുത്തു. അപ്പോഴാണ് ഇങ്ങനെ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഇപ്പൊ നമ്മൾ ക്ലോത്തിൽ ഉണക്കണ സമയത്ത് അതിലിങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കും. അതിൽ നമ്മൾ അടർത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസിനൊക്കെ വെളിച്ചെണ്ണ തന്നെയായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ചോറിൻ്റെ കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വരും. കണ്ടോ, ഇതിപ്പോൾ നല്ല എന്താ പറയുക, നന്നായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഴ്ചയിൽ ഒരു മുറുക്കിൻ്റെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ മുറുക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, നല്ല ടേസ്റ്റി ആട്ടോ ഈ സംഭവം. എല്ലാം നമുക്ക് കോരിയതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മുടെ റൈസ് കൊണ്ടാട്ടം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടമായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, അങ്ങനെ മുറുക്കോ അങ്ങനെ ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.